ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SCRT NCRT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് എന്നും നമുക്കറിയാം. എന്തുകൊണ്ടാണ് അത് അത്രയും ഇമ്പോർട്ടൻസ് വന്നത്, ഏതാണ് ആ ചോദ്യം, എന്താണോ അതിന് ഇമ്പോർട്ടൻസ് വരാൻ കാരണം, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരുന്ന ചോദ്യം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം അല്ലെങ്കിൽ ആദ്യത്തെ സത്യാഗ്രഹം എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതേതാണ്? 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ എത്രത്തോളം PSCക്ക് അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ SCRT NCRT പോയിന്റ്സ് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിച്ച് സെറ്റാക്കാം. ഓരോ പോയിന്റ്സും നിങ്ങൾ എന്തായാലും എങ്ങനെ ചോദ്യം വരും എന്ന് ഇവിടെ അറിയും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് ഇവിടെ തന്നെ പഠിച്ചു പോവാം. ഓരോ പോയിന്റ്സും മനസ്സിരുത്തി മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ അതിന്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ഈ ടോപ്പിക് ഇനി നിങ്ങൾക്ക് സെറ്റ് ആവും. ഇതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ, അത് സ്റ്റേറ്റ്മെന്റ് ആയാലും അല്ലാത്ത ഏത് രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 10th പ്രിലിംസ് കോഴ്സ് ഉണ്ട്, പിന്നെ VFAക്ക് നിങ്ങൾ അത്രയും ആളുകൾ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ VFAക്കും കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും അങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് ഏതൊക്കെ കോഴ്സ് അവൈലബിൾ ആണ് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് അറിയും. അപ്പോൾ ഓരോ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം അതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അധികം ലേറ്റ് ആവാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ല രീതിയിൽ ആസ്വദിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു റാങ്ക് വാങ്ങി അതിൽ നിന്ന് നല്ലൊരു ജോലി വാങ്ങണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ തീർച്ചയായും നിങ്ങൾ വരണം. അതിന് വേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യും, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ പഠനം നിർത്തില്ല, കൺസിസ്റ്റൻസി അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. കാരണം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മോട്ടിവേഷൻ ആയിട്ടും പിന്നെ നിങ്ങളായിട്ട് മീറ്റിങ്ങിനായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നിർത്തി, അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ആയിട്ടൊക്കെ നമ്മൾ മീറ്റിങ്ങുകളും അങ്ങനെ ഓരോന്നും വെക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അവസാനം കണ്ട ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഇത് ഉപകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ PSC പഠിക്കുന്ന നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം. നമുക്കറിയാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം അല്ലെങ്കിൽ ആദ്യ സത്യാഗ്രഹം എന്ന് ചോദ്യം വരും. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ള ചോദ്യം. ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യവും ഇനിയും അത്രയും ചാൻസ് ഉള്ള ചോദ്യം തന്നെയാണ്. ഗാന്ധിജി ആദ്യമായിട്ട് വന്നിട്ട് സമരത്തിന് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ. അപ്പോൾ വർഷം പഠിച്ചു വെക്കുക. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം വർഷം എപ്പോഴാണ്? 1917 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം. ഇനി വേറൊരു ചോദ്യം വരും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ചമ്പാരൻ അല്ലാട്ടോ, തെറ്റരുത്. അതേതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് അല്ലെ? അഹമ്മദാബാദ് തുണിമിൽ സമരം. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇത് നോക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങൾ മിക്കതും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. ഇത് മനസ്സിലാക്കി വെക്കണം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, ഗാന്ധിജി ഇന്ത്യയിൽ വന്ന് നടത്തിയ ആദ്യ സമരങ്ങളൊക്കെ ഇന്ത്യയുടെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതെ ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയി കറുപ്പിക്കും. കാരണം ഗാന്ധിജി അധികവും പൊരുതിയത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. പക്ഷെ ആദ്യകാല സമരങ്ങൾ എന്തിനായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങൾ മിക്കതും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. ഓക്കെ, ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കണ്ടേ? അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചെറിയൊരു പോയിന്റ് ആണ്, മനസ്സിലാവും എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. നിങ്ങളെ കുഴപ്പിക്കാൻ ഇതിന് സാധിക്കും. ഓക്കെ, അപ്പൊ തിരിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ എങ്ങനെ തിരിയും എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നല്ലോ. അപ്പൊ മനസ്സിലാക്കി വെക്കുക. ഗാന്ധിജി ആദ്യകാല സമരങ്ങളൊക്കെ നടത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി. അവിടെ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് നോക്കാം. 1916 അവസാനത്തിൽ ചമ്പാരനിലെ കർഷകനായ രാജ്കുമാർ ശുക്ല, ഈ പേര് അറിഞ്ഞു വെക്കണം. ആരാണ് ഗാന്ധിജിയെ ഇത് അറിയിച്ചത് എന്നുള്ളത് ചോദിക്കും. ഓക്കെ, രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ കാണാനെത്തി അവിടത്തെ നീലം കർഷകരുടെ, നീളമല്ല നീലം
നീലം കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഗാന്ധിജിയോട് വിശദീകരിച്ചു. അപ്പൊ ആ വിശദീകരിച്ച വ്യക്തിയുടെ പേരെന്താണ്? രാജ്കുമാർ ശുക്ല. ആരാണ് പറഞ്ഞത്? രാജ്കുമാർ ശുക്ലയാണ്. നീലം കർഷകരുടെ അവിടുത്തെ ദുരിതങ്ങളെല്ലാം ഗാന്ധിജിയെ അറിയിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നത് ആരാണ്? രാജ്കുമാർ ശുക്ല. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ കൂടുതൽ എളുപ്പമാവും. അതിനാണ് ഞാൻ അങ്ങനെ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു ഒക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അത് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പേര് പഠിച്ചു വെക്കണ്ടേ? ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനാണ്? ഈ പേരിനാണ്. എന്താണ്? രാജ്കുമാർ ശുക്ല. അപ്പൊ ഈ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചമ്പാരനിലെ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയുടെ പേരെന്താണ്? രാജ്കുമാർ ശുക്ല എന്നാണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ? അപ്പൊ അത്ര 2 പോയിന്റ്സ് അത് സെറ്റായി. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കാം. ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ തിരിച്ചും മറിച്ചും കുഴപ്പിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബ്രിട്ടീഷ് നീലം തോട്ടം ഉടമകൾ നടപ്പിലാക്കിയ നീലം കർഷകർ സ്വന്തം ഭൂമിയുടെ 20-3 ഭാഗം ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യണമെന്നു നിർബന്ധിച്ചതുമായ വ്യവസ്ഥ അറിയപ്പെടുന്നതാണ് തീൻ ഘട്ടായി സമ്പ്രദായം. ഘട്ടായി ശരിക്ക് ഇങ്ങനെയാണ് വരിക. തീൻ ഘട്ടായി സമ്പ്രദായം. ഓക്കെ, ബ്രിട്ടീഷ് നീലം തോട്ടം ഉടമകൾ നടപ്പിലാക്കിയ നീലം കർഷകർ സ്വന്തം ഭൂമിയുടെ 20-3 ഭാഗം ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധിച്ചതുമായ വ്യവസ്ഥ അറിയപ്പെടുന്നതാണ് തീൻ ഘട്ടായി സമ്പ്രദായം. 3-1 ഭാഗം. അപ്പൊ തീൻ ഓർത്തു വെക്കാലോ. തീൻ, 1, 2, 3. ഓക്കെ, അപ്പൊ 3-1 ഭാഗം. ഓക്കെ, എന്താണ് ഒന്നുകൂടെ നോക്കാം. തീൻ ഘട്ടായി സമ്പ്രദായം. തീൻ ഘട്ടായി സമ്പ്രദായം എങ്ങനെ ഓർത്തു വെക്കാം? തീൻ എന്താണ്? 20-3 ഭാഗമാണ്. 20-3 ഭാഗം. അപ്പൊ തീൻ ഓർത്തു വെക്കാലോ. 1, 2, 3. ആ 3 ഓർത്തു വെക്കാം. അപ്പൊ സംഭവം എന്താണ് കിട്ടിയിട്ടുണ്ട്? അതെന്താണ് ആ സമ്പ്രദായം അറിയപ്പെടുന്നത്? തീൻ ഘട്ടായി സമ്പ്രദായം. ഈ വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? തീൻ ഘട്ടായി സമ്പ്രദായം. ഓക്കെ, 1917 ആദ്യം തന്നെ ഗാന്ധിജി ചമ്പാരനിലെത്തി. 1917 സമരം നമ്മൾ പഠിച്ചതാണ് അല്ലെ? സത്യാഗ്രഹം 1917. 1917 ആദ്യം തന്നെ ഗാന്ധിജി ചമ്പാരനിലെത്തി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ചമ്പാരനിലെ കൃഷിക്കാരുടെ ദുരിതങ്ങൾ അറിയുകയും അവർ തോട്ടം ഉടമകൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുകയുമാണ്. ആദ്യം അത് തന്നെയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, അതായത് ഗാന്ധിജി അറിഞ്ഞ കാര്യം ശരിയാണോ എന്നത് ഗാന്ധിജിക്ക് അറിയണം. അപ്പൊ ആദ്യം എന്താണ് ചെയ്തത്? ആദ്യം തന്നെ ഗാന്ധിജി ചമ്പാരനിൽ 1917 ആദ്യം തന്നെ ഗാന്ധിജി ചമ്പാരനിൽ എത്തി. പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ലക്ഷ്യം ചമ്പാരനിലെ കൃഷിക്കാരുടെ ദുരിതങ്ങൾ അറിയുകയും അവർ തോട്ടം ഉടമകൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് ഉടമകൾക്കെതിരെ ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ, അതായത് ഈ ഞാൻ കേട്ട ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാണോ എന്നത് ഗാന്ധിജിക്ക് അറിയണമായിരുന്നു അല്ലെ? അത് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്തത്. ഓക്കെ, ആയിരക്കണക്കിന് തൊഴിലാളികളെ നേരിട്ട് കാണാനും അതിനു മുമ്പ് തോട്ടം ഉടമകൾ, കമ്മീഷണർ, ദിവാൻ എന്നിവരുടെ ഭാഗം കേൾക്കാനും അവരുടെ വിശ്വാസം ആർജിക്കാനും ഗാന്ധിജി ശ്രമിച്ചു. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇനി ഏതൊക്കെ രീതിയിൽ ചോദ്യം വന്നാലും കിട്ടുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗാന്ധിജി കയറി ചെന്നതും പോയിട്ട് അങ്ങ് സമരം ചെയ്യാൻ തുടങ്ങുകയല്ല ചെയ്ത്. ആദ്യം ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആയിരക്കണക്കിന് തൊഴിലാളികളെ നേരിട്ട് കാണാനും അതിനു മുമ്പ് ആദ്യം എന്താണ്? തോട്ടം ഉടമകൾ, കമ്മീഷണർ, ദിവാൻ എന്നിവരുടെ ഭാഗം കേൾക്കാനും അവരുടെ വിശ്വാസം ആർജിക്കാനും ഗാന്ധിജി ശ്രമിച്ചു. ഓക്കെ, തോട്ടമുടമകളുടെ സെക്രട്ടറി ഗാന്ധിജി പുറമേ നിന്നുള്ള ആളാണെന്നും കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുമുള്ള നിലപാട് കൈക്കൊണ്ടു. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണേ. എന്താണ് തോട്ടമുടമകളുടെ സെക്രട്ടറി? എന്താണ് പറഞ്ഞത്? ഗാന്ധിജി പുറമേ നിന്നുള്ള ആളാണ്. ഗാന്ധിജി ഈ കർഷകരിൽ പെട്ട ഒരാളെന്നല്ലോ, ഗാന്ധിജി പുറമേ നിന്നുള്ള ഒരാളാണെന്നും കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുമുള്ള നിലപാട് കൈക്കൊണ്ടു. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ആരാണ്? തോട്ടം ഉടമകളുടെ സെക്രട്ടറിയാണ് ഈ നിലപാട് കൈക്കൊണ്ടത്. എന്താണ്? ഗാന്ധിജി അവരിൽപ്പെട്ട ഒരാളല്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളല്ല. അപ്പൊ പുറത്ത് നിന്നുള്ള ഒരാൾ ഇതിൽ വന്ന് കളിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തീർക്കാൻ അറിയും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തീർക്കാൻ അറിയും എന്ന നിലപാടാണ് ആര് കൈക്കൊണ്ടത്? തോട്ടമുടമകളുടെ സെക്രട്ടറി കൈക്കൊണ്ടത്. ഓക്കെ, അടുത്തത്, ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകണമെന്ന നിർദ്ദേശം നൽകി ഗാന്ധിജി എത്രയും പെട്ടെന്ന് ചമ്പാരൻ വിട്ടു പോകണമെന്ന് കമ്മീഷണർ ഉപദേശിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകണമെന്ന നിർദ്ദേശം. അതായത് എന്തെങ്കിലും പരാതി, സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലീസുകാരെ പോലെ, അതായത് ഗുണ്ടകളും, അതായത് വില്ലന്മാരുമായി ബന്ധപ്പെട്ട ഒരു പോലീസുകാരുണ്ടാവും. ഈ പോലീസിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ഈ നടനുമായി ബന്ധപ്പെട്ട ഒരാൾ ചെല്ലുക, അല്ലെങ്കിൽ നമ്മുടെ നടൻ നടി ആയി ബന്ധപ്പെട്ട ഒരാൾ എന്തായാലും ഈ പോലീസുകാരന്റെ അടുത്ത് തന്നെ പോയി ചെല്ലും. അപ്പൊ ഇയാൾ എന്ത് പറയും? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ എഴുതി ഇട്ടാൽ മതി പറയും അല്ലേ? സ്വാഭാവികമാണ്.
ഭാഗമാണ്. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകണമെന്ന നിർദ്ദേശം നൽകി ഗാന്ധിജി എത്രയും പെട്ടെന്ന് ചമ്പാരൻ വിട്ടുപോകണമെന്ന് കമ്മീഷണർ ഉപദേശിച്ചു. ചമ്പാരൻ വിട്ടുപോകാനുള്ള ഉത്തരവ് ഗാന്ധിജിക്ക് ലഭിച്ചു. തന്റെ അന്വേഷണം പൂർത്തിയാക്കാതെ ചമ്പാരൻ അല്ല കേട്ടോ, ചമ്പാരൻ. തന്റെ അന്വേഷണം പൂർത്തിയാകാതെ ചമ്പാരൻ തന്റെ അന്വേഷണം പൂർത്തിയാകാതെ ചമ്പാരൻ വിടാൻ ഗാന്ധിജി തയ്യാറായില്ല. തുടർന്ന് കോടതിയിൽ കീഴടങ്ങി വാദം കേൾക്കാൻ ആജ്ഞ ലഭിച്ചു. ഓക്കെ, അപ്പോ ചമ്പാരൻ വിട്ടുപോകാനുള്ള ഉത്തരവ് ഗാന്ധിജിക്ക് ലഭിച്ചു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടായെന്ന് മനസ്സിലായല്ലോ. ചമ്പാരൻ വിട്ടുപോകാനുള്ള ഉത്തരവ് ഗാന്ധിജിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ അന്വേഷണം പൂർത്തിയാകാതെ ചമ്പാരൻ വിടാൻ ഗാന്ധിജി തയ്യാറായില്ല. ഗാന്ധിജി ചമ്പാരൻ വിട്ടുപോയി, അങ്ങനെ ഒരു ഉത്തരവ് ലഭിച്ചതും ഗാന്ധിജി ചമ്പാരൻ വിട്ടുപോയി എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്ന എന്താണ്, അത് തെറ്റാണ്. എന്താണ്, ഗാന്ധിജി അങ്ങനെ വിട്ടുപോകാൻ താൻ അന്വേഷിക്കാൻ വന്ന ചില കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാൻ താൻ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അന്വേഷിച്ച് തീരാതെ എന്തായാലും ചമ്പാരൻ വിട്ടു പോകില്ല എന്ന നിലപാടിലാണ് ഗാന്ധിജി ഉണ്ടായിരുന്നത്. തുടർന്ന് കോടതിയിൽ കീഴടങ്ങി വാദം കേൾക്കാൻ ആജ്ഞ ലഭിച്ചു. ഓക്കെ, അടുത്തത് നിയമപരമായി പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു ഈ കാര്യമെങ്കിലും ഗാന്ധിജി ഉത്തരവ് കൈപ്പറ്റുകയും അത് നൽകിയ ഉദ്യോഗസ്ഥരോട് മര്യാദപൂർവ്വം പെരുമാറുകയും ചെയ്തു. അല്ലാതെ ഗാന്ധിജി അവരെ എതിർക്കുകയാണ്, നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ ഗാന്ധിജി എതിർത്തില്ല. അവരോടൊക്കെ എന്താണ്, മര്യാദപൂർവ്വമാണ് ഗാന്ധിജി പെരുമാറിയത്. ജനങ്ങളെ നിയന്ത്രിക്കാൻ അനുയായികളോട് ഗാന്ധിജി നിർദ്ദേശിച്ചു. അല്ലെ, ജനങ്ങളെ നിയന്ത്രിക്കാൻ അനുയായികളോട് ആര് നിർദ്ദേശിച്ചു? ഗാന്ധിജി നിർദ്ദേശിച്ചു. ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു. തന്റെ ആത്മകഥയിൽ ഗാന്ധിജിയുടെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം വരിക അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്, ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ തന്റെ ആത്മകഥയിൽ ഗാന്ധിജിയുടെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒരു വട്ടം കൂടെ ഞാൻ വായിച്ചുതരാം. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കേൾക്കുക. എന്താണ്, ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. NCERT SCERT പോയിന്റ് ആണ്, തീർച്ചയായും ചോദ്യം പ്രതീക്ഷിച്ച് പോവുക, മനസ്സിലാക്കി പോവുക. ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു. തന്റെ ആത്മകഥയിൽ ഗാന്ധിജിയുടെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. സർ എഡ്വേർഡ് ഗേറ്റ്, ഈ പേരും പഠിച്ചു വെക്കണം. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്, അങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. സർ എഡ്വേർഡ് ഗേറ്റ്. അദ്ദേഹം ഗാന്ധിജിയെ ഒരു അംഗമാകാൻ ക്ഷണിച്ചു. അദ്ദേഹം ഗാന്ധിജിയെ ഒരു അംഗമാകാൻ ക്ഷണിച്ചു. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. നിബന്ധനകൾക്ക് വിധേയമായി ഗാന്ധിജി ക്ഷണം സ്വീകരിച്ചു. ഗാന്ധിജി ക്ഷണിച്ചു. നമ്മൾ നേരത്തെ പോയിന്റ് പറഞ്ഞു. ആരാണ് ക്ഷണിച്ചത്? എഡ്വേർഡ് ഗേറ്റ് ആണ്. അതെ, ഗാന്ധിജിയെ ക്ഷണിച്ചത്. നിബന്ധനകൾക്ക് വിധേയമായി ഗാന്ധിജി ക്ഷണം സ്വീകരിച്ചു. ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്തി പരാജയപ്പെട്ടാൽ സമരത്തിന്റെ ഗതി മാറ്റി കർഷകരെ ഒന്നിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ഗാന്ധിജി കമ്മീഷനുമായി സഹകരിച്ചു. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എഡ്വേർഡ് ഗേറ്റ് ഗാന്ധിജിയുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. സമരത്തിന് അനുകൂലമായ കണ്ടെത്തലായിരുന്നു അന്വേഷണ കമ്മീഷന്റേത്. ഇതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബിൽ പാസ്സായി. ഓക്കെ, അപ്പൊ എഡ്വേർഡ് ഗേറ്റ് ഗാന്ധിജിയുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അന്വേഷിക്കാൻ കമ്മീഷനെ നിയമിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. പിന്നെ സമരത്തിന് അനുകൂലമായ കണ്ടെത്തലായിരുന്നു അന്വേഷണ കമ്മീഷന്റേത്. അതായത് പ്രതികൂലമല്ലല്ലോ, അനുകൂലമാണ്. അപ്പൊ ആ ഒരു ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അനുകൂലമായ കണ്ടെത്തലാണ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അനുകൂലമായ കണ്ടെത്തലാണ് അന്വേഷണ കമ്മീഷന്റേത്. ഇതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബിൽ പാസ്സായി. അപ്പൊ ഇതേ തുടർന്ന് പാസ്സായ ബില്ലിന്റെ പേരെന്താണ്? ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സായി. ഏതിനെ തുടർന്ന്? ഇതില് എന്താണ്? അനുകൂലമായിട്ടാണ്, കർഷകർക്ക് അനുകൂലമായിട്ടാണ് കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. അതായത് സമരത്തിന് അനുകൂലമായ കണ്ടെത്തലായിരുന്നു അന്വേഷണ കമ്മീഷന്റേത്. ഇതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് എന്തായി? പാസ്സായി.
അടുത്തത്, ഇതോടെ സമരം അവസാനിപ്പിച്ചു. സമരത്തോടൊപ്പം ഗാന്ധിജി നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പ്രാഥമിക വിദ്യാലയങ്ങൾ, ശുചീകരണം, ആരോഗ്യ പരിചരണം മുതലായവയായിരുന്നു ഇതിൽ ഉൾപ്പെട്ടത്. ഈ സ്റ്റേറ്റ്മെന്റും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതോടെ എന്താണ് ഈ ബില്ലോട് കൂടെ സമരം എന്താണ്? സമരം അവസാനിക്കില്ല, കാരണം ഇവർക്ക് അനുകൂലമായിട്ടാണ് ബില്ലും പാസ്സായിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇതോടെ സമരം അവസാനിച്ചു. സമരത്തോടൊപ്പം ഗാന്ധിജി നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്തൊക്കെ? പ്രാഥമിക വിദ്യാലയങ്ങൾ, ശുചീകരണം, ആരോഗ്യ പരിചരണം മുതലായവയായിരുന്നു ഇതിൽ ഉൾപ്പെട്ടത്. ഇത്രയേ ഉള്ളൂ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. NCERT SCERT പോയിന്റ്സിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയൊക്കെ ഇനി ചോദ്യം വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം? ഈ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോവുക. എന്തൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു, അതിൽ ഏതൊക്കെ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും, ഏതൊക്കെ രീതിയിൽ വരും എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഒരു കൺഫ്യൂഷനും വരാല്ല. അപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലതും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളും അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഇനിയും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് പഠിക്കാണ്ട്. NCERT SCERT പോയിന്റ്സ് ആയാലും പിന്നെ പവർ ക്യാപ്സ്യൂളുടെ സീരീസ് അവിടെ നടക്കുന്നുണ്ട്. പല സീരീസുകൾ നമുക്ക് ഇങ്ങനെ തീർത്ത് പോകണ്ട. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കൊടുന്ന് എത്തിച്ചു തരാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുക. ഇതുപോലെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങളും തീർച്ചയായിട്ടും പറയാം, കുഴപ്പമില്ല. ഞാൻ എന്തായാലും കാണുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ പറ്റുന്നത്രയും റെസ്പോണ്ട് ചെയ്യും. പറ്റുന്നത്രയും ഞാൻ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഏതൊക്കെയാണ് ഇനി ക്ലാസ്സുകൾ ചെയ്യാൻ, അങ്ങനെ പലതും മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം, അതായത് നിങ്ങളുടെ കമന്റുകൾ ഞാൻ തീർച്ചയായും മാനിക്കും. നിങ്ങളുടെ ഓരോ അഭിപ്രായം, ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞാൻ എടുക്കും. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും ഏതൊക്കെ ക്ലാസ്സുകൾ, ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്, അതായത് ഞാൻ പഠിപ്പിച്ചാൽ കൂടുതൽ മനസ്സിലാവാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ആസ്വദിച്ച് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അതായത് PSC ഒക്കെ പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിനാണെങ്കിലും അവർക്ക് ഇത് ഉപകാരപ്പെട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവരും വിജയിക്കണം, ഇതുപോലെയൊക്കെ പഠിച്ച് അവരും വിജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അയച്ചു കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.